നമ്മളെ മാതിരി തന്നെയാണ് വണ്ടിയും. വണ്ടിക്കും വേണം തിന്നാൻ കൊടുക്കാനും കുടിക്കാനൊക്കെ. അതെ അതെ, അതൊക്കെ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരില്ല. അപ്പൊ നമ്മളൊരു പുതിയൊരു വണ്ടി എടുക്കുമ്പോ നമ്മൾ തന്നെ എടുത്തോളണമെന്നൊന്നുമില്ല. നമ്മള് പറയാ ഒരു പുതിയൊരു വണ്ടി എടുക്കുമ്പോ നമ്മള് ആ വണ്ടിക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് നമ്മള് കുറച്ച് ദിവസം വെള്ളം ഓയിൽ നോക്കല് മസ്റ്റാ. അല്ലെങ്കിൽ ഇതിന്റെ വെള്ളം എത്ര നിക്കുന്നുണ്ട്, ഓയിൽ എത്ര നിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. വേറെ ആള് ഉപയോഗിച്ച വണ്ടിയാണ്. ഒരു 4 ദിവസം 3 ദിവസം നമ്മള് നോക്കിയാല് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും വെള്ളം നിൽക്കുന്നുണ്ട്, ഓയിൽ എത്ര നിൽക്കുന്നുണ്ട്. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഞാൻ ഇന്നുള്ളത് നമ്മുടെ മുജീബ് ഖാന്റെ സൺറൈസ് യൂസ്ഡ് കാറിലാണ് കേട്ടോ. സാധാരണക്കാരെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഷോറൂമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പാക്കണ്ട കേട്ടോ. ഒരുപാട് ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. 95% വാഹനങ്ങൾ ഇവിടെ ലോ ബഡ്ജറ്റ് ആണ്. പിന്നെ റേഞ്ച് കൂടിയത് കുറച്ചേ ഉണ്ടാവുള്ളൂ. 7 സീറ്റർ ഒക്കെ ഉണ്ടല്ലേ. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് മുജീബ് ഖാൻ. മുജീബ് ഖാൻ താൽ പിന്നെ റമദാൻ മാസാണ്. ഇന്നെത്രയായി നോമ്പ്? മൂന്നാമത്തെ നോമ്പല്ലേ. അപ്പൊ രാവിലെ സൊബീസ്കാർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ആണ്. പിന്നെ എന്തൊക്കെയുണ്ട് വേറെ സ്റ്റോക്ക് ഒക്കെ കുറെ കയറിക്കണം അല്ലെ? സ്റ്റോക്ക് കുറച്ച് കയറി. നമ്മളെ കഴിഞ്ഞ വീഡിയോ ഒരുപാട് വണ്ടി പോയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ വീണ്ടും കുറെ വണ്ടികൾ കയറിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു കാര്യങ്ങളൊന്ന് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുത്താളി. ഈ ഗ്യാരണ്ടി വാറണ്ടി കാര്യങ്ങളൊക്കെ. ഗ്യാരണ്ടി എന്നാല് നമ്മള് മേജർ തട്ടുമുട്ടിലെ വാഹനങ്ങളൊന്നും നമ്മൾ എടുക്കലല്ല. പിന്നെ എഞ്ചിൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാല് നമ്മള് നോക്കി കണ്ടൊക്കെ എടുക്കുന്ന വണ്ടികളാണ്. ഓക്കെ, ചെക്ക് ചെയ്ത് കൊണ്ടുപോവാ. അല്ല, എല്ലാ ഭാഗം ചെക്ക് ചെയ്യാം. ഒരു നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാം. കുറച്ച് ദിവസമൊക്കെ നമ്മൾ ഗ്യാരണ്ടി തരും. കൂടുതലിപ്പോ നമ്മള് പുതിയ വണ്ടി ഒന്നല്ലല്ലോ വെക്കുന്നത്. അതെ അതെ, സെക്കൻഡ് വണ്ടി നമുക്ക് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാവും, ചില്ലറ പണികളൊക്കെ അതൊക്കെ കണ്ടുകൊണ്ട് എഞ്ചിന് നമ്മള് ചെറിയൊരു ഗ്യാരണ്ടി ഒക്കെ നമ്മൾ കൊടുക്കാം. എഞ്ചിൻ ഗ്യാരണ്ടി നമുക്ക്. പിന്നെ മേജർ ആക്സിഡന്റ്, വെള്ളം കയറി ടോട്ടൽ ലോസ് പരിപാടി ഒന്നും ഇവിടെ ഇല്ല. അല്ല, അങ്ങനത്തെ പരിപാടി ഒന്നും ഉണ്ടാവില്ല. വെള്ളം കയറിയ വണ്ടി, ടോട്ടൽ ലോസ്, മേജർ തട്ടുമുട്ട് പരിപാടി ഒന്നും ഇല്ല. ചെറിയത് ഈ ബമ്പർ തട്ടിയാണ്ട് പെയിന്റ് അടിക്കല് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല. ഏത് വണ്ടിക്കും പറഞ്ഞല്ലേ. അപ്പൊ ഇന്നലെ ഇറങ്ങണ വണ്ടി ഇപ്പൊ ഇന്ന് പോയി വരുന്നു. അതെ അതെ. അപ്പോ മാക്സിമം ഒരു എത്ര വണ്ടികളാണ് ഉള്ളത്? 50 അടുത്ത് ഉണ്ടാവില്ല. ഒരു 40-45 വണ്ടിയൊക്കെ ഉണ്ട്, വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോ ഈ വീഡിയോയിൽ കൊള്ളിക്കുന്ന എത്ര കൊള്ളിച്ചിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. ബാക്കി അടുത്ത വീഡിയോയിൽ കാണിക്കാം, ഒരു രണ്ടാമത്തെ എപ്പിസോഡായിട്ട്. ലൊക്കേഷൻ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണ്ടേ? ലൊക്കേഷൻ മഞ്ചേരി, നമ്മള് കോഴിക്കോട് റോഡ് അമൃത വിദ്യാലയം കാണുന്നുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ്. മഞ്ചേരിന്ന് വരികയാണെങ്കിൽ 3.5 കിലോമീറ്റർ നമ്മളെ ഷോപ്പ്. അതെ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ മൂപ്പര നമ്പർ വീഡിയോയിലുണ്ട്. കാലിക്കറ്റ് നിന്ന് വരികയാണെങ്കിലോ വെള്ളാമ്പുറത്തുനിന്ന് 3.5 കിലോമീറ്റർ. മഞ്ചേരിന്ന് 3.5 കിലോമീറ്റർ, വള്ളാമ്പുറത്തുനിന്ന് 3.5 കിലോമീറ്റർ. പേക്കാനൊന്നുമില്ല. അമൃത വിദ്യാലയം ചോദിച്ചാൽ മതി, അമൃത സ്കൂൾ. അത് മതിയല്ലേ. അപ്പൊ നേരെ വണ്ടിയിലേക്ക് പോലെ വണ്ടി കാണിച്ചു കൊടുക്കല്ലേ? ഓക്കെ. ഒറിജിനൽ കേരള ഹോണ്ട സിറ്റി ആണ്, അതും ഡീസലാണ്. 25 കിലോമീറ്റർ മൈലേജും കിട്ടും. എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? ഇത് 2014 വണ്ടി. 14 വണ്ടി. ഹോണ്ട സിറ്റി സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഓക്കെ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ മിഡൽ ഓപ്ഷൻ എസ് ആണ്. XV. SV. ഓക്കെ. വേറെ 4 ഡോർ വിൻഡോ, മറ്റേ മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഓക്കെ, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവർ വരുള്ളൂ. ആൻഡ്രോയിഡ് ഒക്കെ ഉണ്ടല്ലോ. ആൻഡ്രോയിഡ് അലോയ്സ് വരുന്നില്ല. അലോയ്സ് ഇല്ല. ഓക്കെ. വേറെ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒരു റീപ്ലേസും ഇല്ല. 4.4 പോണ വണ്ടിയാണ്. നമ്മൾ വെരി ഓഫറിൽ കൊടുക്കണം. എത്രക്കാ കൊടുക്കുക? 3.65 കൊടുക്കും. 3.65. ഹോണ്ട സിറ്റി ഡീസൽ ഒറിജിനൽ കേരള വണ്ടി. 2014 സ്വിഫ്റ്റിന് എത്ര കൊടുക്കണം? 2014 സ്വിഫ്റ്റിന് കൊടുക്കണം 3.50. അല്ല, ഇത് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒരു റീപ്ലേസും ഇല്ല. സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. ഇപ്പൊ റമദാൻ ഓഫറിൽ കൊടുക്കണല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഫുള്ള് ലോണും കയറ്റി കൊടുക്കും. ഫുള്ള് ലോണിൽ ക്യാഷ് ബാക്ക് കിട്ടും. ഒരു നയ പൈസ വേണ്ട. ഓക്കെ. 50 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ? ആവശ്യമില്ലാത്തവരൊക്കെ വിളിച്ചോട്ടെ. ഈ ഹെഡ്ലൈറ്റിന് ഇവിടെ ചെറിയ മങ്ങിയിട്ടുണ്ട്, അത് നമ്മൾ ശരിയാക്കാണ്. നിങ്ങൾ ശരിയാക്കി കൊടുക്കും. ഓക്കെ. ഞാൻ എന്താ അറിയോ, ഇപ്പൊ കൊണ്ടുപോകാൻ നിൽക്കാണ്. അതിന്റെ അടിയിലല്ല ഇപ്പൊ നിങ്ങൾ വീഡിയോ എടുക്കാൻ വന്നത്. അതെ. ഇപ്പൊ നേരല്ലോ. അതെ. ഓക്കെ. അത് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് ശരിയാക്കി കൊടുക്കും. നമ്മൾ കൊടുത്താൽ മതി.
ഫുള്ള് ക്ലിയർ ആക്കിട്ട് നമുക്ക് ക്ലിയർ ആക്കിട്ട് കൊടുക്കുള്ളൂ അല്ലെ? കൊടുക്കുള്ളൂ. ഓക്കെ. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ കാണിച്ചു കൊടുക്കുക അല്ലെ? സ്വിഫ്റ്റ് അല്ല, ഡിസൈർ. ആ ഡിസൈർ ആണ്. ഓക്കെ ഓക്കെ. ഇത് KL14 രജിസ്റ്റർഡ് വരുന്ന ഒരു വണ്ടിയാണ്. അതെ. 331 ലാസ്റ്റ്. ഇത് നല്ല പരിചയമുള്ള നമ്പർ ആണല്ലോ. KL14 നിങ്ങളെ ചാനലിന്റെ അതേ നമ്പർ. ഓക്കെ. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? ഇത് നമുക്ക് കാസർഗോഡേക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാ. നല്ല കിളിക്കുഞ്ഞു പോലത്തെ വണ്ടിയല്ലേ? കിളിക്കുഞ്ഞ്, മത്തിക്കുഞ്ഞ് ഒക്കെ പോലത്തെ വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. ഓക്കെ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ZDA ആണ്. 2012 മോഡലാണ്. എല്ലാ ഫ്യൂച്ചർ ഉണ്ട്. 2 എയർ ബാഗ് ഉണ്ടാവും. ABS, എയർ ബാഗ്, അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടി, എല്ലാ സെറ്റപ്പ് വരുന്ന വണ്ടി. ZDA. ഓക്കെ. 14 വണ്ടി. 12 വണ്ടി. ഓക്കെ. വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. ഇതിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന വില 340 നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. 310 കൊടുക്കാം. 310 കൊടുക്കും. അതും 2012 ZDA ഓപ്ഷനിൽ വീഡിയോന്റെ വിലക്കാണ് കൊടുക്കാം. അതെ, നല്ല ബൂട്ട് സ്പേസ്, അതുപോലെ തന്നെ നല്ല മൈലേജ് ഒക്കെ കിട്ടും. നല്ല മൈലേജ് ഉണ്ടാവും. ഒരു 20 കിലോമീറ്റർ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ? ഒരു വാഗനർ ഇതെങ്ങനെയായിരുന്നു? ഇത് 2014 മോഡല് LXI വണ്ടിയാണ്. ഓക്കെ. LXI വണ്ടി 3rd ഓണർ. മൂന്നാമത്തെ ഓണർ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇടികുത്തൊന്നുമില്ലല്ലോ? ഒരു ഇടികുത്തുമില്ല. 2014 വണ്ടി. എത്ര 2014 വണ്ടി. ഇത് 2 പോണ വണ്ടിയല്ലേ? ആണോ? എത്ര കൊടുക്കൂ? 2 പോണ വണ്ടിയല്ലേ? അതെ. നമ്മള് 245 കൊടുക്കും. 245 കൊടുക്കും. ഓഫറിൽ പൊട്ടിച്ച് കൊടുക്കണ്ട. 2014 വണ്ടിയാണ് കേട്ടോ. അത് മാക്സിമം ലോണും ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം. 2 ലോൺ കിട്ടും. 2 ലോൺ കിട്ടൂല്ലേ? എന്തായാലും കിട്ടും. അപ്പോ ഇവിടെ നമുക്ക് ഒരു ഹൂണ്ടായിന്റെ i20 അത് ഡീസൽ വണ്ടി. മാക്സിമം 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. അതും ചെറിയ പൈസ കൊടുക്കാം. പിന്നെ ഉണ്ടായി മറ്റേ ഫ്ലൂഡിക് ടൈപ്പ് i20 ആസ്റ്റ. ഫ്ലോഡിക് ടൈപ്പിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ്. ബട്ടർ സ്റ്റാർട്ട്, എയർ ബാഗ്, മറ്റേ നല്ല 45,000 അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. എല്ലാ സെറ്റപ്പും ഉണ്ട്. വണ്ടി റീപ്ലേസ് കാര്യങ്ങള് ഒന്നുമില്ല. മോഡൽ എത്ര? 2012 ലാസ്റ്റ് വണ്ടി. 12 ലാസ്റ്റ് അല്ല? എത്ര കൊടുക്കാൻ പറ്റും? ഇത് ആദ്യം നമ്മളിതുവരെ 2.25 കിട്ടണം എന്നൊക്കെ പറഞ്ഞു നിന്നാ. അതെ. ഓഫർ വിലക്ക് നമുക്ക് 2.40 കൊടുക്കാം. 2.40 തരും കേട്ടോ ഓഫർ റേറ്റ്. വേറെ വണ്ടിയുമ്പോ വേറെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമില്ല. ഓഫറിൽ മെക്കാനിക് ഫുൾ ഫിറ്റ്. എഞ്ചിൻ പരമായിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നല്ല വണ്ടി അല്ലേ? നല്ല വണ്ടി. ഓക്കെ. അപ്പൊ ആവശ്യക്കാര് വിളിച്ചോ, ലോണും കൊടുക്കാം. ലോൺ നമുക്ക് 2.25 ലോണും കൊടുക്കാം. ഓക്കെ. നല്ല കിണ്ണം പോലത്തെ ഒരു ZSTilo അല്ല? അതെ. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? ഇത് 2007 മോഡല്. നല്ല ക്ലീൻ വണ്ടിയാണ്. 2007 12 വരെ പേപ്പർ ഉണ്ട്. അല്ല, 27 വരെ പേപ്പർ ഉണ്ടാവും. LPG കിറ്റ് ഒക്കെ ഉള്ള വണ്ടിയാണ്. LPG കിറ്റ് ഒക്കെ ഉണ്ട് തന്നെ. LPG കിറ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ടയറൊക്കെ അത്യാവശ്യം ഗ്രിപ്പ് കട്ടുള്ള ടയറൊക്കെ ഉണ്ട്. 4 ടയറും ഉണ്ട്. 4 പുത്തനാണ്. ഏകദേശം ഒക്കെ. ഓക്കെ. ഇത് AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത്തത് അതൊക്കെ ഇപ്പോഴും വർക്കിംഗ് ആണ്. തന്നെ 2007 വണ്ടിയാണ്. ഇപ്പോഴും വർക്കിംഗ്. VXI ആണ്. ഓക്കെ. വേറെ ഇടിയുത്തൊന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക്കൊക്കെ ഫുൾ ഫിറ്റ്. അത് ശരി. എത്ര കൊടുക്കാൻ പറ്റും ഇത്? നമ്മൾ സംഗതി 1.5 ഒക്കെ വേണമെന്നൊക്കെ കരുതി. റമദാൻ ഓഫർ നമുക്ക് 85 രൂപ കൊടുക്കാം. 85,000 രൂപക്ക് ഒരു ZSTilo. അത് നല്ല ഓട്ടിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുക്കും തന്നെ. അത്ര അടിപൊളി വണ്ടി തന്നെ. ഒരു ഒച്ചയോ പൊളിയോ കാര്യം ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയല്ലേ? കിതുമത്തിന്റെ ഒരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ്. KL14 കാസർഗോഡ് രജിസ്റ്ററിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ്. എങ്ങനെയായിരുന്നു ഇത്? 2016 മോഡല്. 16 വണ്ടി. VDI ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. ഓപ്ഷണൽ ആണ്. അലോയ്സ് ഉണ്ടോ? അലോയ്സ് ഇല്ല. പിന്നെ മിറർ ഫോൾഡിങ്, മിറർ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ ഒക്കെ വരുന്നുണ്ട് അതില്. ഇത് മറ്റേ ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ 2-3 സംഗതികൾ കൂടും. അതെ. മറ്റേ നമ്മളെ മിറർ ഫോൾഡിങ്, ABS, അതേമാതിരി എയർ ബാഗ്. ഒരു ചില്ലറ വ്യത്യാസം. ഇന്റീരിയർ ഭാഗത്താണ് സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. എത്ര ഓടിയിട്ടുള്ളത്? ഇത് 1.17 ഓടി. 1.17 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് ഒക്കെ എത്ര? ഫുള്ള് ലോൺ കൊടുക്കാൻ നമുക്ക്.
ഓണർഷിപ്പ് തേർഡ് ഓണർ. മൂന്നാമത്തെ മൂന്നാമത്. ഫുള്ള് ലോൺ കൊടുക്കാം. ഫുള്ള് ലോൺ. ഒരു നയാ പൈസ വേണ്ട. നയാ പൈസ വേണ്ട. എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമ്മൾ ഉദ്ദേശിക്കണൊക്കെ 4.40. നമുക്ക് പൊടിച്ച് 4 റുപ്യ കൊടുക്കാം. 4 ലക്ഷം. 4 ലക്ഷം റുപ്യ. 4.20 ലോണും കിട്ടും തന്നെ. ഓക്കെ, ക്യാഷ് ബാക്ക് പൈസ അങ്ങോട്ടേക്ക് തരും. 2016 ഡീസൽ വണ്ടിയാണ് കേട്ടോ. അതും 4 ലക്ഷം രൂപയാണ് മൂപ്പര് ചോദിച്ചിട്ടുള്ളത്. ഫുള്ള് ലോഡ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. അഡ്വാൻസ് ഒക്കെ ആക്കാലോ. അഡ്വാൻസ് ഇട്ടെന്നാ നമ്മള് അഡ്വാൻസ് അയച്ചു കൊടുത്താല് പ്രൂഫുകൾ ഇട്ടെന്ന് നമ്മൾ ഇവിടെ തന്നെ ലോൺ നോക്കിയിട്ട് ദൂരമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യം വന്നാൽ മതിയല്ലോ. അതെ അതെ. അല്ല, ഇതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ആവും. ഈ വണ്ടിക്ക് നല്ല വണ്ടിയില്ല, പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. ഓക്കെ, നല്ല തങ്കം പോലത്തെ ഒരു ക്രെട്ടയാണ്, ഡീസലാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതും ചെറിയ പൈസ കൊടുക്കല്ലേ? ചെറിയ പൈസ. എങ്ങനെയാണ് മുജീബ് ഇതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ? ചെറിയ പൈസ തന്നെ ഉള്ളു എല്ലാം. അതെ, വണ്ടി വലുതാണ്, പൈസ ചെറിയ പൈസന്റെ ആളും ചെറിയ പൈസന്റെ വണ്ടി. ഞാൻ ചെറിയ പൈസന്റെ ആളാ. അതെ, ചെറിയ പൈസന്റെ വണ്ടികള്. അപ്പോ ഇത് 2016 മോഡല്. 1.4 മൈലേജ് കൂടുതൽ, 23-22 കിലോമീറ്റർ മൈലേജ്. അതെ, വലിയൊരു വണ്ടി, മൈലേജ് കൂടുതൽ. മൈലേജ് SUV ടൈപ്പില് മൈലേജ് കൂടുതൽ കിട്ടുന്നതെന്ന് വെച്ചാല് നല്ലൊരു കിട്ടല. അല്ല, അതെ, അത് ക്രെറ്റ എന്ന് പറയുമ്പോ ഡ്രൈവിംഗിന് നല്ല കംഫർട്ടുള്ള വണ്ടിയാണ്. അതെ അതെ. ഒരു വട്ടം ഓടിച്ചാൽ തന്നെ ഇഷ്ടപ്പെടും. ഇത് 16 ഡീസൽ 1.4. ഓട്ടോ എത്ര ഉണ്ടാവും? ഓട്ടൊരു 1.15 13 അത്ര ഓടിച്ചു അല്ലേ? ഓക്കെ. വേറെ റീപ്ലേസ് കാര്യങ്ങൾ ആക്സിഡന്റ് ഒന്നുമില്ല. ഇന്ത്യൻ ഭാഗത്തുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർഷിപ്പ് നമുക്ക് ഫുൾ ലോണിന് കിട്ടും. മാക്സിമം ഫുൾ ലോൺ കൊടുക്കാം. എത്ര വില ചോദിക്കുന്നത്? നമ്മള് ഇത് ചോദിക്കണ 6 റുപ്യാണ്. 6 രൂപ ചോദിക്കുന്നുണ്ട്. 6.5. 6,50,000. ഓക്കെ. ഇത് നമ്മൾ കൊടുക്കാം 6,05,000 റുപ്യ കൊടുക്കും. 6,05,000 റുപ്യ. ഫുള്ള് ലോണ്. 2016 ഡീസൽ 1.4. അതും വലിയ ഓട്ടോ ഇല്ല. സെക്കൻഡ് ഓണർ, മാക്സിമം ഫുള്ള് ലോഡ്. അല്ലെ, ആര് കൊടുക്കും ഈ വിലക്ക്? ആര് കൊടുക്കും? ഒരു ടെൻഷനും വേണ്ട. അതൊക്കെ എന്താണ്? അതൊക്കെ നമ്മള് റമദാനിലെ ഓഫറാണ്. ഓഫർ വിലക്ക് കൊടുത്ത് ഒഴിവാക്കുന്നില്ല. ഓക്കെ. ഇവിടെ നമുക്കൊരു സ്വിഫ്റ്റ് കാർ, അതെ, ചെറിയ പൈസക്ക് ഒരു സ്വിഫ്റ്റ് കാർ കാണിച്ചു കൊടുക്കുക. ഇതെങ്ങനെയായിരുന്നു? ഇത് 2012 മോഡൽ. 12 വണ്ടിയാണ്. ടൈപ്പ് 2 ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനം. ഡീസലാണ് അല്ലെ? ഡീസലാണ്. LDA കൺവെർട്ട് ചെയ്താണ്. VDIയിലേക്ക് കൺവെർട്ട് ആക്കി. ഏകദേശം VDI തന്നെ പറയാം. അതെ അതെ. വേറെ ഇടിയും കുത്തൊന്നുമില്ല. ഒന്നുമില്ല. റീപ്ലേസ് തട്ടുമ്പോ എത്ര ഓടിയിട്ടുണ്ടാവും? ഏകദേശം 1.35 ഓടി. എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമ്മള് 2.90 ഒക്കെ ചോദിച്ചിട്ട് ഒരു 2.25 കൊടുക്കും. 2.25 കൊടുക്കല്ലേ? 2.25. 2012 VDIയില് കൺവേർട്ട് ആക്കിയ ഒരു വാഹനം കൂടിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടി. എഞ്ചിന് ഒക്കെ പക്കാണ് അല്ലെ? മെക്കാനിക് ഒക്കെ അടിപൊളി. എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. നല്ല വണ്ടിയാണ്. ഇവിടെ ഒരു ഹൂണ്ടായിന്റെ i20 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വണ്ടിയാണ്. മുജീബ് ഇത് ഒന്ന് പറഞ്ഞു കൊടുത്താലേ. ഇത് 2015 മോഡൽ ആസ്റ്റ ഓപ്ഷണല്. പുഷ്പട്ടിനെ കേട്ടിട്ടുണ്ടോ? പുഷ്പട്ടിന് ഏറ്റവും ടോപ്പ് ഉണ്ട്. നമ്മളെ എയർലൈറ്റ് ഒക്കെ മറ്റേ ഫോഗർ ഡിഫോഗർ എല്ലാ സെറ്റപ്പ് വരുന്ന വണ്ടിയല്ല. അലോയ്സ് ആൻഡ്രോയിഡ്, പുഷ്പട്ടിന്, പിന്നെ ബാക്ക് വൈപ്പർ, നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. മോഡൽ എത്രയായിരുന്നു? ഇത് 2015 മോഡൽ. 15 മോഡൽ ഉണ്ട്. ഓക്കെ. ഓട്ടോ ഉണ്ട്. ഇത് 1.35 അങ്ങനെ തോന്നുന്നു. റീപ്ലേസ് ഇല്ല. റീപ്ലേസ് ഇല്ല. നമ്മളെ നിഘണ്ടൂലല്ലോ. ഇല്ല. നിങ്ങൾ ഇവിടെ റീപ്ലേസ് ഉണ്ടെങ്കിൽ ബോണറ്റ് എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെങ്കിൽ നമ്മളെ പറഞ്ഞിട്ട് കൊടുക്കും. അതാ റീപ്ലേസ്. നിങ്ങളുടെ അടുത്ത് ഇപ്പൊ 40-50 വണ്ടി സ്റ്റോക്ക് ഉണ്ടെങ്കിലും എന്തെങ്കിലും 1-2 വണ്ടിയിലെ റീപ്ലേസ് ഉണ്ടാവും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമ്മള് ചോദിക്കണതൊക്കെ ഇതിമ്മല് 4.45 ചോദിക്കാം. നമുക്ക് പൊടിച്ചിട്ട് 4.45 കൊടുക്കാം. 4.45 കൊടുക്കാം. അതും 2015 i20 ആണ്. i20 ഡീസലാണ്. നല്ല വണ്ടി കേട്ടോ. നല്ല വണ്ടി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ണി ചിമ്മിട്ട് എടുക്കാം. കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ണി ചിമ്മിട്ട് എടുക്കാം. അതെ. ഇവിടെ ഒരു ഹൂണ്ടായിന്റെ i10 2018 വണ്ടി. അതും ഡീസൽ. പിന്നെ ഇതിമ്മല് ലോണ് ഒരു മാക്സിമം 4.25 വരെ ലോൺ കയറും. ഇതില് i20 ഫുള്ള് ലോൺ കൊടുക്കാം. ഇത് എങ്ങനെയായിരുന്നു ഹൂണ്ടായിന്റെ i10? 2018 മോഡല്. ഇത് ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ വണ്ടി 2018 മോഡല്. മിഡിൽ ഓപ്ഷൻ. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. 18 മോഡൽ ഉണ്ട്. 13ന്റെ
വിലക്ക് നമ്മൾ കൊടുക്കും. കൊടുക്കൂലെ? വണ്ടി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 92,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 3,400 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. ഫുള്ള് ലോണില്. ഫുള്ള് ലോൺ 3,400 കൊടുക്കാം. ഫുള്ള് ലോൺ. 2018 വണ്ടി. ഓഫർ വിലക്ക്. റമളാൻ ഓഫർ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ ഒരു വാഗനർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് മുജീബ് ഇത്? ഇത് 2012 മോഡല്. 12 വണ്ടി. ഓക്കെ. സെക്കൻഡ് ഓണർ. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. നല്ല ക്ലീൻ പീസ്, വെട്ടി പീസ്, റീപ്ലേസ് ഇല്ല. അധികം ടച്ചപ്പ് കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല. ഈ ബമ്പറും അങ്ങനത്തെ ടച്ച് ചെയ്തിട്ടുള്ളൂ. നല്ല വൃത്തിയുള്ള വണ്ടിയല്ല? വൃത്തിയുള്ള വണ്ടി. ഓപ്ഷൻ വരുന്നതാ VXI. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരും. അതുപോലെ തന്നെ ഇന്ത്യൻ ഭാഗത്ത് സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടുള്ള ടയർ ഉണ്ട്. എല്ലാം കൊണ്ട് പെർഫെക്റ്റ്. ഓട്ടോ എത്ര ഉണ്ടാവും? പെർഫെക്റ്റ്. ഓക്കെ. ഓട്ടോ എത്ര ഉണ്ടാവും? ഓട്ടോ 1.28 ഓടി. 1.20 ഓടിയിട്ടുണ്ട്. 2012 വണ്ടി. 12 വണ്ടിയല്ലേ? ഓട്ടോ ഉണ്ടാവും എന്തായാലും. വേറെ ഇടിമുത്തൊന്നുമില്ല. മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ്. എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കണതൊക്കെ 2.65 ആണ്. 2.65. നമുക്ക് 2.40 കൊടുക്കാം. 2.40 കൊടുക്കാം. 2.40 പൊട്ടിച്ചു കൊടുക്കാം. ഇത് 2 രൂപ ലോൺ കിട്ടും കേട്ടോ. 2 രൂപ ലോണും കിട്ടും. 2.40 ലാസ്റ്റ് കൊടുക്കുക. 2.40 കൊടുക്കാം. ലാസ്റ്റ്. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ നമുക്കൊരു മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു 7 സീറ്റ് വാഹനം അല്ല, കണ്ണും പൂട്ടിട്ട് എടുക്കാം. അതായത് 20 കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടും. 23 കിലോമീറ്റർ. 25 കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ട്. ഹോണ്ടന്റെ മൊബിലിയോ ആണ്. അതുപോലെ തന്നെ കേരള വണ്ടി അല്ലേ ഇത്? കേരള വണ്ടി. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 7 സീറ്റ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ. കാര്യങ്ങളൊന്നുമില്ല. 1.12 ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഒരു എത്തിക്കനെ സംബന്ധിച്ച് ഇത് എടുക്കുകയാണെങ്കിൽ നല്ല വലിയ കാര്യങ്ങള് മൈലേജ്. അല്ല, എന്റെ ഒരു അഭിപ്രായത്തില് ഈ ഹോണ്ടന്റെ മൊബിലിയോ അതുപോലെ തന്നെ ഹോണ്ടന്റെ BRV ഇതൊക്കെ നല്ലതാണ്. വണ്ടി നല്ല വാഹനങ്ങളാണ്. അതുപോലെ തന്നെ നല്ല മൈലേജും കിട്ടും. മെയിൻ്റനൻസ് ഒക്കെ വളരെ കമ്മിയാണ്. പക്ഷെ എന്താ വെച്ചാല് ഈ ഹോണ്ടന്റെ ഈ മൊബിലിയോ BRV ഒക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ വെച്ചാല് അതിന്റെ ഈ മൂഞ്ചും ആ ബാക്കും കണ്ടാൽ തന്നെ ആർക്കും ഇഷ്ടപ്പെടില്ല. ബാക്കിയൊക്കെ ഓക്കെയാണ്, മൈലേജ് കൂടുതൽ കിട്ടും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും നോക്കാത്ത ആൾക്കാണെങ്കിൽ ബെറ്റർ ചോയ്സ് ആണ് എടുക്കാൻ. ഇത് എത്ര കൊടുക്കാം? ഇത് നമ്മള് 2015 വണ്ടി. നമ്മൾ ഉദ്ദേശിക്കണ 4.25 ആയിരുന്നു. 4.25 എന്ന് പറഞ്ഞാൽ 5.25 വരെ പോണ വണ്ടിയാണ്. എത്രക്ക് ലാസ്റ്റ് കൊടുക്കും? നമുക്ക് 4.40 കൊടുക്കും. 4.40 കൊടുക്കും. അതും 2015 ഒറിജിനൽ കേരള വണ്ടി. ഫുള്ളി ലോൺ. ഒരു നയ പൈസ വേണ്ട. ഉറപ്പാണ്. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരു ഡിസയർ, അതും ഡീസലാണ്. അത്യാവശ്യം ഒരു 20 കിലോമീറ്റർ മൈലേജും കിട്ടും. മുജീബ് ഖാൻ ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2008 മോഡല്. 8 വണ്ടി. 28 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി എഞ്ചിനാണ്. എഞ്ചിന് ഫുൾ മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് ഇല്ല തന്നെ. 2008 വണ്ടി ഇതുവരെ റീപ്ലേസ് ഇല്ല. ഓ, നല്ല നീറ്റ് വണ്ടി. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. മുമ്പത്തെ ടയർ രണ്ടും പുതിയതാണ്. ഇത് ഓപ്ഷൻ പിന്നെ VDI AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരും. അതുപോലെ തന്നെ ഇന്ത്യൻ ഭാഗത്ത് സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. വേറെ തട്ടുമുട്ട് പെരക്കൊന്നുമില്ല. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഫുള്ളായിട്ട് കളറൊന്നും ഫുള്ള് മാറിയിട്ടൊന്നുമില്ലല്ലോ? കമ്പനി കളർ തന്നെയല്ലേ? കമ്പനി കളർ ബ്ലാക്ക്. ചെറിയ ടച്ചപ്പ് എന്ന് പറഞ്ഞാൽ ബമ്പർ കാര്യങ്ങളൊക്കെ. ഓക്കെ. എത്ര കൊടുക്കുക? നല്ല വണ്ടിയാണ്. ഇത് നമ്മൾ 1.85 ഒക്കെ നമ്മൾ ചോദിച്ചിരുന്നത്. ഇതിപ്പോ നമുക്കൊരു 1.65 കൊടുക്കാം. 1.65 കൊടുക്കാം. വണ്ടി കണ്ണ് ചിമ്മിട്ട് എടുക്കാം. ഇത് നമ്മള് ഒരു മാസം ഇതിന്റെ എഞ്ചിന് ഗ്യാരണ്ടി തരും. എഞ്ചിന് ഗ്യാരണ്ടി കൊടുക്കും നമ്മള്. പക്ഷെ വെള്ളമില്ലാതെ ഓടിക്കാണ്ട് ബൈക്ക് നിന്നാലൊന്നും ആ ഒരു കച്ചവടക്കാർ ഗ്യാരണ്ടി കൊടുക്കൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഓയിലും ഏത് വണ്ടിക്കും രാവിലെ നോക്കല് മസ്റ്റാണ്. അതെ, കൂൾ ലാൻഡ് ഒക്കെ നമ്മളെ മാതിരി തന്നെയാണ് വണ്ടിയും. വണ്ടിക്കും വേണം തിന്നാൻ കൊടുക്കാനും കുടിച്ചാനൊക്കെ. അതെ, അതൊക്കെ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരില്ല. അപ്പൊ നമ്മളൊരു പുതിയൊരു വണ്ടി എടുക്കുമ്പോ നമ്മൾ തന്നെ എടുത്തോളണമെന്നൊന്നുമില്ല. നമ്മള് പറയാ ഒരു പുതിയൊരു വണ്ടി എടുക്കുമ്പോ നമ്മള് ആ വണ്ടിക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് നമ്മള് കുറച്ച് ദിവസം വെള്ളം ഓയിൽ നോക്കല് മസ്റ്റാ. അല്ലെങ്കിൽ ഇതിന്റെ വെള്ളം എത്ര നിക്കുന്നുണ്ട്, ഓയിൽ എത്ര നിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. വേറെ ആള് ഉപയോഗിച്ച വണ്ടിയാണ്. ഒരു 4 ദിവസം 3 ദിവസം നമ്മള് നോക്കിയാല് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇതിൽ വെള്ളം നിക്കുന്നുണ്ട്, ഓയിൽ എത്ര നിക്കുന്നുണ്ട്. അത് അറിഞ്ഞിട്ട് വേണം അത് ഉപയോഗിക്കാൻ. ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ? ആവശ്യക്കാർ വിളിച്ചോ. ഓക്കെ.